ഒരു മാധ്യമപ്രവർത്തകൻ പങ്കുവച്ചൊരു വീഡിയോ ആണത്. ഈ വീഡിയോ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. കാഴ്ച പരിമിതിയുള്ള ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ കോഴിക്കോട് നിന്ന് വാഴക്കാടേക്കുള്ളൊരു ബസ് യാത്ര. അദ്ദേഹം തൊട്ട് മുൻപിലുള്ള സീറ്റിൻ്റെ ഹാൻഡിലിന് എന്തോ കുഴപ്പമുണ്ട്, അതൊക്കെ കൊണ്ട് പരിഞ്ഞു പോന്നിട്ടുണ്ട്. തൻ്റെ ബാഗിൽ നിന്നൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ആ ഒരു സാധനം നേരാക്കണം. ഇത് നമുക്ക് വളരെ വലിയൊരു പാടാണ്. നമുക്ക് എന്തൊക്കെ കഴിയും എന്നുള്ളത്, നമ്മളൊരാളെ സഹായിക്കുക എന്നുള്ളത് ഒരാൾ കാണാനോ അറിയാനോ വേണ്ടിയിട്ടല്ല. ആ ഒരു മനുഷ്യർക്ക് കാഴ്ച പരിമിതിയുള്ള ഒരാളാണ്. എന്നിട്ട് കൂടി മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടാകരുത് എന്ന് കരുതിയിട്ട് തൻ്റെ കയ്യിലുള്ള സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ആ ഒരു ഭാഗം വൃത്തിയാക്കുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ, മാഷാ അല്ലാ, ഇതിനോളം ഒരു നന്മ ഉണ്ടാവില്ല. നമ്മൾ പലപ്പോഴും ബസ്സിൽ കയറിയാൽ അവനവൻ്റെ ലോകത്തേക്ക് ചുരുങ്ങുന്ന ആളുകളാണ്. ഇതൊരു മീഡിയ വണ്ണിലൊരു ജീവനക്കാരാണ് ഈ വീഡിയോ പുറത്ത് വിട്ടത്. ഞാനത് ഇൻസ്റ്റയിൽ ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നി, എനിക്ക് ഭയങ്കര അത്ഭുതം. ഇതെന്തല്ലേ ഒരു മനുഷ്യൻ ഇങ്ങനെ, നമ്മളൊക്കെ ബസ് യാത്ര നടത്തുന്ന സാധാരണക്കാരാണ്. നമ്മളൊക്കെ ബസ്സിൽ കയറുമ്പോൾ ബസ്സിൻ്റെ ഹാൻഡിൽ അതൊന്ന് പിടിച്ച് വലിച്ചിട്ട് നമ്മൾ കൂടുതലൊന്നും കൂടി ഇങ്ങോട്ട് പരിച്ചെടുക്കാമെന്നല്ലാതെ, അല്ലെങ്കിൽ ഇടയ്ക്ക് പോകുന്ന സ്ക്രൂ ഡ്രൈവർ അല്ല സ്ക്രൂ ഒന്നുകൂടെ ലൂസാക്കി എടുക്കാമെന്നല്ലാതെ അതങ്ങോട്ട് ഫിറ്റ് ചെയ്യുന്നൊരു സ്വഭാവം നമുക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ഈ ഒരു മനുഷ്യൻ, സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള മനുഷ്യരാണ് നമ്മുടെ ലോകത്തിന് വേണ്ടത്. നമ്മുടെ പരിമിതികൾക്കപ്പുറത്തുനിന്ന് ഒരാളെ സഹായിക്കാനൊരു മനസ്സ്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ മനുഷ്യൻ ആരാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇദ്ദേഹം ആരാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ്, കോഴിക്കോട് നിന്ന് വാഴക്കാടുള്ള ഒരു ബസ് യാത്രയിലാണ് ഈ സംഭവം ഉണ്ടായത്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പേഴ്സണലായിട്ട് അറിയുന്ന ആളുകൾ നിങ്ങൾ താഴെ വിവരങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക.